പ്രേയറാണ്. ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധനായ കർത്താവേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ മനോഹരമായിരിക്കുന്ന പ്രഭാത സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളിൻ്റെ വചനം പഠിച്ചതായിരിക്കുന്ന വിദ്യാർത്ഥികളെ എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ഗ്രാജുവേഷൻ സെറമണിയുടെ പ്രാരംഭത്തിൽ കർത്താവെ ഞങ്ങൾ മാർച്ച് ചെയ്ത് ആ ഹോളിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവസാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാം എല്ലാം വളരെ അനുഗ്രഹമായി തരുവാൻ സഹായിക്കണമേ. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവ് കേൾക്കണമേ. എന്തുകൊണ്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സമയമാണ്. ദൈവത്തിൽ നന്ദി പറയണം. നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവത്തിന്റെ കൃപയൊന്നും മാത്രമാണ്. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും മതിയായവൻ. അവൻ ലോകത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അവൻ ലോകത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും മതിയായവൻ. അവൻ ലോകത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അവൻ ലോകത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. കാൽവരി മലമേ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. കാൽവരി മലമേ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എന്റെ വേദന സർവ്വവും നീക്കിയ പുതുജീവൻ പകർന്നവനാ. എന്റെ വേദന സർവ്വവും നീക്കിയ പുതുജീവൻ പകർന്നവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും മതിയായവൻ. അവൻ ലോകത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അവൻ ലോകത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അവനാദ്യനുവന്തിരുവേ ദിവ്യ സ്നേഹത്തിലുള്ള നിലവേ.
സ്നേഹത്തിനുറവിടമേ, പതിനായിരത്തിൽ അതിശ്രേഷ്ഠനവൻ, തുല്യനാം വന്ദ്യനാം നായകൻ. പതിനായിരത്തിൽ അതിശ്രേഷ്ഠനവൻ, തുല്യനാം വന്ദ്യനാം നായകൻ. യേശു, എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്തു മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്തു മതിയായവൻ. അവൻ ലോകത്തിൽ വൻപ്രയാസങ്ങളിൽ ഫലമേ അവൻ മതിയായവൻ. അവൻ വൻപ്രയാസങ്ങളിൽ ഫലമേ അവൻ മതിയായവൻ. മരുഭൂയാത്ര അതികഠിനം, പ്രതികൂലങ്ങളതു നിമിഷം. മരുഭൂയാത്ര അതികഠിനം, പ്രതികൂലങ്ങളതു നിമിഷം. രാത്രിയാത്തിക്കൂടാതെ അന്തിനം വഴി നടത്തും. രാത്രിയാത്തിക്കൂടാതെ അന്തിനം വഴി നടത്തും. എന്റെ യേശു എനിക്കു നല്ലവൻ, എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്തു മതിയായവൻ. അവൻ ലോകത്തിൽ വൻപ്രയാസങ്ങളിൽ ഫലമേ അവൻ മതിയായവൻ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുവേ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുവേ. അവൻ രാജാവാ വാനിൽ വെളിപ്പെടുത്തോ, അവനിടെ പ്രഭുവും. അവൻ രാജാവാ വാനിൽ വെളിപ്പെടുത്തോ, എന്റെ യേശു എനിക്കു അവനെന്തുമെന്നോ വൻപ്രയാസങ്ങളിൽ വരവേ അവൻ മതിയായവൻ. അവൻ ലോകത്തിൽ വൻപ്രയാസങ്ങളിൽ വരവേ അവൻ മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്തുമെന്നോ അന്യഭാഷയിൽ ആരാധിക്കാൻ സന്തോഷിക്കുന്ന ഒരു ശകലാണെന്ന് നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നല്ല ചൂടുള്ള സമയമാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ക്യാമറക്കാരുടെ ലൈറ്റൊക്കെ വന്നപ്പോഴേക്കും ചൂട് കൂടിയിട്ടുണ്ട്. എങ്കിലും അല്പസമയം വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഈ മനോഹരമായ നല്ല നിമിഷത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്.
എത്രത്തോളം നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹപൂർണ്ണമാക്കി അനുഗ്രഹീതമായ ഗാനങ്ങൾ കേൾക്കുവാനൊക്കെ ദൈവം ഭാഗ്യം തന്നു. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം ഈ ആലയത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും പലയിടങ്ങളിലും പലരും ദൈവത്തെ അന്വേഷിച്ച് ദൈവസാന്നിധ്യം അന്വേഷിച്ച് പോകുമ്പോൾ ഈ ഭൂമിയിൽ നാം എവിടെയായിരുന്നാലും ആ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ആ സ്ഥലത്ത് വരാമെന്ന് പറഞ്ഞ ഒരേ ഒരു രക്ഷകൻ, ഒരേ ഒരു ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ സിയോൺ ഫുൾ ഗോസ്പൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയും സിയോൺ ഫുൾ ഗോസ്പൽ മിനിസ്ട്രീസ് ആ മിനിസ്ട്രിയെ പറ്റിയും ഒക്കെ അത് പരിചയപ്പെടുത്തുവാൻ അതിന്റെ ഫൗണ്ടറും പ്രസിഡന്റുമായിരിക്കുന്ന ബഹുമാന്യ കർത്തദാസൻ പാസ്റ്റർ റവറന്റ് ഷാജി സിയോൺ അവരുടെ മുൻപോട്ട് ക്ഷണിക്കുന്നു. ദൈവം ഇനി എന്താ വേണ്ടത്? അവൻ ഒറ്റ വാക്കിൽ അഭിഷക്തന്മാർക്കുള്ള സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവൻ പ്രത്യേകിച്ച് അവൻ കഴിഞ്ഞ 3 വർഷമായി സ്തോത്രം നമ്മുടെ കൂടെ ഒരു കുടുംബത്തിൽ അംഗത്തെ പോലെ സ്വീകരിക്കുന്ന ഈ വീഡിയോ, ഫോട്ടോ, എല്ലാ കാര്യാദികളും ചെയ്യുന്ന പ്രിയ ബഹുമാനിയ കർത്താവിൻ്റെ എല്ലാ പെങ്ങൾക്കായി സ്തോത്രം. ബാക്കറ്റ ഒരു മൊബൈൽ കളിക്കുക. അതെ, ബാക്കറ്റ അവരാണ് ഇതിൻ്റെ ഏറ്റവും കാരണഭൂതയായ ഒരു 4 പേരും ഇവര് 3 പേരാണെങ്കിൽ അവർ 4 പേരുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വിലപ്പെട്ടു. ഇവർ 4 പേരാണ് നമ്മൾ 3 വർഷം നമ്മുടെ കൂടെ. അത് മാത്രവുമല്ല ഈ 3 വർഷവും വചനം പഠിപ്പിപ്പാൻ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തന്മാരെ കർത്താവ് നൽകി. സ്തോത്രം. സിയോൺ ഫുൾ ഗോസ്പൽ മിഷൻസ് ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനം ഉടലെടുത്തിട്ട് 26 വർഷമായി. 26 വർഷത്തിനകത്ത് ഇന്ത്യക്കകത്തും പുറത്തും പല ജില്ലയിലും സ്ഥലങ്ങളിലും കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷകൾ ചെയ്യുവാൻ സ്വപ്നം ഇടയാക്കി. അനേക അഭിഷിക്തന്മാരെ വാർത്തെടുക്കുവാൻ കർത്താവ് ഇടയാക്കി. ഇതെല്ലാം ദൈവത്തിൻ്റെ കരുണയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അതിലുപരി ഇത് ദർശനപ്രകാരമാണ് ഈ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്നേക്ക് 25 വർഷം മുൻപ് സ്തോത്രം ഇതുപോലത്തെ ഒരു 8 വയസ്സ് 9 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ വെളിപ്പാടാണ് ഈ 3 വർഷം കൊണ്ട് നിറവേറിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. Thank you.
വളരെ മനോഹരമായ ഗാനം ആലപിച്ച രാഗശിഷ്ടം നന്ദി അറിയിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് വളരെ പ്രാർത്ഥനയോടെ നമ്മളായിരിക്കുമ്പോൾ സിയോൺ ഫുൾ ഗോസ്പൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിഞ്ഞ 3 വർഷമായി ദൈവത്തിൻ്റെ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ ഗ്രാജുവേറ്റ് സിസ്റ്റർ പ്രഭാപ്തി ഇപ്പോൾ മുമ്പോട്ട് കടന്നു വന്ന് പഠനത്തെക്കുറിച്ചും ഇതുവരെ ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ചുമൊക്കെ 2 മിനിറ്റ് ഒരു വാക്കിൽ നമ്മൾ അറിയിക്കും. ദൈവത്തിനെ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. 2023 മുതൽ ഈ 26 വരെയും ദൈവമെന്നെ നിർത്തി ഇന്ന് വേദിയിലായിരിക്കുന്ന ഡീനും അധ്യാപകനുമായിരിക്കുന്ന ജിൻഡോ പാസ്റ്റർ, പ്രിൻസിപ്പളായിരിക്കുന്ന ഷാജി പാസ്റ്റർ, ഇന്ന് മുഖ്യ അതിഥിയും അധ്യാപകനുമായിരിക്കുന്ന ജോസ് പാസ്റ്റർ, വചനം പഠിപ്പിച്ച അഭിഷിക്തയായിരിക്കുന്ന എലിസബത്ത് അഭിഷിക്ത, ഇന്ന് വേദിയിലായിരിക്കുന്ന അഭിഷിക്തന്മാർ, മറ്റ് പ്രിയപ്പെട്ടവർ, എന്നോടൊപ്പം ഗ്രാജുവേറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, ശബ്ദവും വെളിച്ചവുമൊക്കെ വിവരിക്കുന്ന പ്രിയപ്പെട്ടവർ, പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിന്റെ ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 2023 വചന പഠനം തുടങ്ങുന്ന സമയം മുതൽ ഈ 2026 വരെയും എന്നെ ദൈവം അതിശയകരമായി വഴിനടത്തി. പ്രിയപ്പെട്ടവർ പോലും എൻ്റെ തകർച്ച കാണുവാൻ ആഗ്രഹിച്ച ഇടത്ത് ദൈവം എന്നെ പണിതു, എന്നെ സ്നേഹിച്ചു. ഞാൻ വീണു പോകേണ്ടതായ ഒത്തിരി സാഹചര്യങ്ങൾ വന്നു പോയിട്ടുണ്ട്. ഈ വചന പഠനം പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ ഇടയ്ക്ക് വെച്ച് നിർത്തുവാൻ തക്ക പ്രതികൂലങ്ങളൊക്കെ അനവധിയായ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും ദൈവം എന്നെ കൈവിടാതെ എന്നെ ഉറപ്പിച്ചു നിർത്തി. കാരണം ദൈവത്തിന് എന്നെക്കുറിച്ച് ചില പദ്ധതികളുണ്ട്. അപ്പോൾ ദൈവഹിതത്തിന് വേണ്ടി ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ ഇടയായി. വചന പഠനത്തിലൂടെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പഠിക്കുവാൻ സാധിച്ചു. പ്രാർത്ഥനയിലൊക്കെ മുന്നോട്ട് വരുവാനും കർത്താവിൻ്റെ വചനത്തിലൊക്കെ ഒത്തിരി ധ്യാനിച്ച് മുന്നോട്ട് പോകുവാനും കർത്താവിന് വേണ്ടിയിട്ടൊക്കെ നിൽക്കുവാനൊക്കെ ദൈവം എന്നെ സഹായിച്ചു. ഒരിക്കലും ഈ വചന പഠനം എനിക്കൊരു നഷ്ടമല്ല. ഞാനിന്ന് ഇവിടെ നിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ സകല മാനവും എൻ്റെ ദൈവത്തിന് മാത്രം. എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചത് കൊണ്ട് ഈ വചന പഠനത്തിലൂടെ ദൈവം എന്നെ ഒത്തിരി വചനത്തെക്കുറിച്ച് ആഴത്തിൽ എന്നെ ചിന്തിക്കുവാൻ സഹായിച്ചത് കൊണ്ട് എനിക്ക് കർത്താവിന്റെ സന്നിധിയിൽ നിൽപ്പാൻ സാധിച്ചു. ഈ 3 വർഷത്തെ പഠനത്തിൽ എനിക്ക് ചില ക്ലാസ്സുകളൊക്കെ നഷ്ടപ്പെടുവാനിടയായി. എനിക്കങ്ങനെ ഈ ബൈബിൾ ക്ലാസ് ഒന്നും നഷ്ടപ്പെടുന്നത് ഇഷ്ടമില്ല. കാരണം ലെക്ചർ നോട്ടൊക്കെ ഒത്തിരി പ്രാധാന്യമുള്ള ഇതാണ്. അപ്പോൾ എനിക്ക് ആ ലെക്ചർ നോട്ടുകൾ പലപ്പോഴും ഒരു വ്യക്തിക്ക് പ്രാധാന്യമെന്ന് തോന്നുന്നത് മറ്റൊരാളിന് പ്രാധാന്യമെന്ന് തോന്നണമെന്നില്ല. അപ്പോൾ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ആ നോട്ട് കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചാലും അത്രയ്ക്ക് അങ്ങനെ ഒരു പ്രയോജനം എനിക്കങ്ങനെ പ്രയോജനം ആയിട്ട് തോന്നാറില്ല. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഈ വർഷമാണ് എനിക്ക് 3 ക്ലാസ് എനിക്ക് നഷ്ടപ്പെട്ടു. ഈ ലാസ്റ്റ് സെമിസ്റ്ററിൽ എനിക്കത് വല്ലാത്തൊരു നഷ്ടമായിപ്പോയി. എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റിയില്ല നോട്ട്. അപ്പോൾ അതുവരെയും എന്നെ ദൈവം എന്നെ സഹായിച്ചു. ഒത്തിരി വചനത്തിൽ ആഴത്തിൽ ഇറങ്ങുവാൻ ദൈവം എന്നെ സഹായിച്ചു. തുടർന്നും ദൈവത്തിന് എന്നെക്കുറിച്ച് എന്താണോ പദ്ധതി അതിനനുസരിച്ച് മുന്നോട്ട് പോകുവാൻ എന്നെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ബൈബിൾ കോളേജിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ദൈവം കൂടെ ഇരിക്കട്ടെ. അധ്യാപകരെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വളരെ മനോഹരമായ നിലയിൽ കഴിഞ്ഞ 3 വർഷത്തെ പഠനത്തിൽ കേൾക്കാനിടയായി തീർന്നു. പ്രിയ പ്രൊഫസർ പറഞ്ഞ വളരെ കറക്റ്റായ കാര്യമാണ്. പ്രിൻ്റ് നോട്ട് ഞങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും ഇതിലെല്ലാ കാര്യങ്ങളും ഉണ്ടാവണമെന്നില്ല. എന്നാൽ പഠിപ്പിക്കുന്ന സമയത്ത് പുതിയ ആശയങ്ങൾ, പുതിയ ചിന്തകൾ വചനം വായിക്കുമ്പോഴും ലോകപ്രകാരമൊക്കെ കളക്ട് ചെയ്ത് കിട്ടുന്നതൊക്കെ ആ സമയത്ത് പറയും. അത് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രിൻ്റ് നോട്ട് ഉണ്ടാവണമെന്നില്ല. എന്നാൽ അത് ലെക്ചർ നോട്ടായി എഴുതിയെടുക്കുന്നവർക്ക് അത് പ്രയോജനം ചെയ്യും. അത് പലതും ഇതൊരാത്മീക ശുശ്രൂഷ കൂടി ആയതുകൊണ്ട് പഠിപ്പിക്കുന്ന സമയത്ത് ദൈവാത്മാവ് തരുന്ന ചില ചിന്തകളൊക്കെ പറയാറുണ്ട്. വളരെ വ്യക്തമായി ഗൗരവമായി മനസ്സിലാക്കി ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് സിസ്റ്റർ തങ്കമ്മ അതിന് മുൻപോട്ട് കടന്നു വന്ന് ഇവർക്ക് നമ്മൾ സംസാരിക്കും. ദൈവത്തിന് സ്തോത്രം. ബഹുമാന്യരും അഭിഷിക്തരുമായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, എൻ്റെ സഹ വിദ്യാർത്ഥികൾ,
ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാനും കഴിഞ്ഞ 2 വർഷത്തോളം ആയി കർത്താവിൻ്റെ വചനം പഠിപ്പാൻ ദൈവം ഇടയാക്കി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ ഇതിനൊന്നും യാതൊരു അർഹതയും ഇല്ല എന്ന് മാത്രമല്ല, അതിനൊരു സാധ്യതകൾ തീരെ ഇല്ലാതെ ഇരിക്കുമ്പോൾ ഇങ്ങനൊരു അവസരം എനിക്ക് കിട്ടിയത് വളരെ സന്തോഷകരമായിരിക്കുന്നു. എൻ്റെ പ്രായം പറഞ്ഞാൽ എനിക്ക് 65 വയസ്സായിട്ടുണ്ട്. ഈ പ്രായത്തിൽ നമുക്ക് ഒരിടത്തും പോയി വചനം പഠിക്കാനുള്ളൊരു സാവകാശം ലഭിക്കാറില്ല. എന്നാൽ ഇങ്ങനെ ഒരു സിയോൺ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടി കടന്നു വരുവാൻ, അതായത് ഒരിക്കലും നമ്മൾ ചിന്തിച്ചതോ അല്ലെങ്കിൽ മുൻകൂട്ടി തീരുമാനിച്ചതോ ഒന്നുമല്ല. മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു. ലിറ്റി ലിറ്റ ഞങ്ങൾ 3 പേരും അടുത്തടുത്ത വീടുകളിലാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ദൈവവചനം ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബൈബിളിൻ്റേത് എവിടുന്നെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു, കുറച്ച് പഠിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ദൈവദാസന്മാർ വചനം പ്രസംഗിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകാതെ വരും. അങ്ങനെ പറയരുത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു, നമുക്ക് ഓൺലൈൻ വഴി എങ്ങനെയെങ്കിലും ഒരു ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അതിൻ്റെ തൊട്ടടുത്ത ദിവസം എൻ്റെ ഒരു സഹോദരി ഈ ക്ലാസ്സിൽ ആദ്യ സമയങ്ങളിൽ ക്ലാസ്സിലെല്ലാം വൈകിട്ട് നടക്കുന്ന കൂട്ടായ്മകളിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അവൾ എന്നോടിങ്ങനെ പറഞ്ഞു, ക്ലാസ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അതിൻ്റെ പിറ്റേന്ന് തന്നെ ഷാജി പാസ്റ്റർ ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് വിവരം പറയുകയായിരുന്നു ക്ലാസ്സിൽ പങ്കെടുക്കണം. അപ്പോൾ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ 3 പേരല്ല, ഇനി അടുത്തുള്ള 2 പേരും കൂടെ, ഞങ്ങൾ 5 പേര് ഒരുമിച്ച് ക്ലാസ് 6 പേര് ഒരുമിച്ച് ഞങ്ങൾ ക്ലാസ്സിൽ പങ്കെടുക്കുകയായിരുന്നു. അതിൽ ഇടയ്ക്ക് 3 പേര് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയി. ഞങ്ങൾ 3 പേര് അവസാനം വരെ പഠിച്ചു. എന്തു പറഞ്ഞാലും നമുക്ക് ഓരോ വീടുകളിലെ അവസ്ഥകൾ നോക്കുമ്പോൾ സന്ധ്യാസമയം എന്ന് പറയുന്നത് പല ബൈബിൾ TV വെച്ചിട്ട് ലോകപരമായ കാര്യങ്ങളിലേക്ക് അവർ മാറുമ്പോൾ നമ്മളുടെ ഭവനത്തിൽ ഇത് സന്ധ്യ ആവുമ്പോഴത്തേക്ക് ഒരു ആവേശമോ, ഇന്ന് ക്ലാസ് ഉണ്ട് അല്ലെങ്കിൽ ഇന്ന് മീറ്റിംഗ് ഉണ്ട്, അതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കോ ഒരു തയ്യാറെടുപ്പോ അതൊരു വലിയ കാര്യമാണ്. എവിടെ ഇരുന്നാലും വേറെ എവിടെയെങ്കിലും മീറ്റിങ്ങിന് പോയതാണെങ്കിലും ഇന്ന് ക്ലാസ്സുള്ള ദിവസം പോകാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെ ഒരു വേദന ഉള്ളിൽ വരും. അപ്പോൾ ഈ ക്ലാസ് എന്ന് പറയുമ്പോൾ ഇത്രയും പ്രായത്തിൽ ബൈബിൾ ക്ലാസ് പഠിച്ചിട്ട് എന്തെടുക്കാനാണെന്ന് നമ്മൾ പലരും ചിന്തിച്ചേക്കാം. പക്ഷേ എൻ്റെ അനുഭവത്തിൽ എന്താ പറയുക, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഈ ദൈവവചന പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. വിശേഷാൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചോ അല്ലെങ്കിൽ മഹോദരവ കാലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ 7 വർഷം കർത്താവിനോടൊപ്പം ജീവിക്കുന്നതിനെക്കുറിച്ചോ സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ചോ ഒന്നും കേൾക്കാനേ ഇല്ലാത്തൊരു കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ കേട്ടപ്പോൾ ഒരു വളരെ സന്തോഷവും വളരെ പ്രത്യാശയുമാണ് നമുക്ക് ഉണ്ടാകാറുള്ളത്. ഓരോ ക്ലാസ്സുകളും ഒരു വർഷത്തിൽ കർത്താവിനദാസൻ പറഞ്ഞല്ലോ 4 ക്ലാസ്സാണ്, 4 സെമസ്റ്ററാണുള്ളത്. 8 ക്ലാസ്സുകൾ വരും, 8 വിഷയത്തെക്കുറിച്ച്. ഇത് എന്നോട് എൻ്റെ ഹസ്ബൻഡ് ചോദിക്കും, ഇത് മുഴുവൻ എന്തിനാ നീ ഈ തയ്യാറാക്കി വെക്കുന്നതെന്ന് ചോദിക്കും. പക്ഷേ എല്ലാത്തിൻ്റെയും ഞാൻ 1 അല്ലെങ്കിൽ 2 ക്ലാസ് എനിക്ക് 2 വർഷത്തിനുള്ളിൽ എനിക്ക് മിസ്സായിട്ടുള്ളൂ. എല്ലാ ക്ലാസ്സിൻ്റെയും നോട്ടുകളൊക്കെ തയ്യാറാക്കി വെക്കും, ഇടയ്ക്ക് നോക്കും. പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ദൈവവചന പഠനം വളരെ അനുഗ്രഹമാണ്. നമുക്കറിയത്തില്ലാത്ത പല കാര്യങ്ങളും വചനത്തിൽ അങ്ങനെയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ സമാഗമന കൂടാതെ ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, എത്രയോ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ യാത്ര ചെയ്തപ്പോൾ അവർ മരുഭൂമിയിൽ വെച്ച് ദൈവത്തെ ആരാധിക്കാനുണ്ടായ ഒരു ആരാധനാ സ്ഥലമാണ് സമാഗമന കൂടാരം എന്ന് നമ്മൾ പഠിക്കും. പക്ഷെങ്കിൽ അത് ഈ പുതിയ നിയമവുമായിട്ട് കണക്ട് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. എത്ര അനുഗ്രഹമാണ് അതൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ. ദൈവവചനത്തിൻ്റെ ആധികാരികതയും ദൈവവചനത്തിൻ്റെ നമ്മൾ അറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എത്ര പ്രായമായാലും പഠിക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടില്ലാത്ത എല്ലാവരും ആരെങ്കിലും ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരെയും അതിനുവേണ്ടി ഉത്സാഹിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ കഴിഞ്ഞ 2 വർഷവും ഞങ്ങളെ പഠിപ്പിച്ച അഭിഷിക്ത ദൈവദാസന്മാർക്ക് വളരെ എൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഓക്കെ, നല്ല ടെസ്റ്റ് മണി കേൾക്കാൻ ഇടയായി തീർന്നു. ഒരു എക്സ്പീരിയൻസ് എല്ലാം നമുക്ക് പ്രയോജനമാണ്. നമുക്ക് അസാധ്യമാണെന്ന് ചിന്തിച്ചാലും കർത്താവ് ഒന്ന് പ്ലാൻ ചെയ്താൽ അതൊരിക്കലും നഷ്ടമായി പോകത്തില്ല. എല്ലാ നിലയിലും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അത്രത്തോളം യഹോവ നമ്മളെ സഹായിച്ചു. ഇപ്പോൾ CTH പഠിക്കുന്നവർക്ക് പുറകിൽ ഇരിപ്പുണ്ട്. അവരൊക്കെ ഇനി മുന്നിലോട്ട് വരേണ്ടവരാണ്. നേരത്തെ ആൻറ്റി ഓർമ്മിച്ചതുപോലെ നിർത്തി പോകാതെ ഏത് പ്രതിസന്ധിയിലും
പിടിച്ചു നിന്ന് ദൈവവചനം പഠിച്ച് അടുത്ത കോഴ്സൊക്കെ പൂർത്തീകരിക്കും ഇതുപോലെ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾക്കും സംസാരിക്കാനൊക്കെ അവസരങ്ങൾ ദൈവം തരും. പക്ഷേ നമ്മളതിന് പിന്നിൽ എന്ത് ചെയ്യണം? കഷ്ടപ്പെടണം. ഒത്തിരി പ്രയാസങ്ങളുണ്ട്, അതിനെല്ലാം അതിജീവിക്കണം. അതിനെ ദൈവം സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ശ്വാസമാണ് വചനം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വചനം വിശ്വാസയോഗ്യവും എല്ലാവരും അംഗീകരിക്കാൻ തക്കതുമാണ്. ആ വചനം നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ആ വചനം നമ്മൾ കേൾക്കേണ്ടത് ആവശ്യമാണ്. നമ്മളെ ബലപ്പെടുത്തുന്ന, നമ്മെ ധൈര്യപ്പെടുത്തുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ തിരുവചനം ഒരു മായവും ചേരാതെ വളരെ നന്നായി പഠിക്കുവാൻ ദൈവം ഇടയാക്കിയെങ്കിൽ ഇന്ന് അല്പസമയം കടന്നു വന്ന എല്ലാവർക്കും ഈ യോഗത്തിന് അനുഗ്രഹമായി തീരുവാന്നൊക്കെ വണ്ണം ദൈവത്തിന് കേൾക്കാൻ നാം പോവുകയാണ്. ഇപ്പോൾ ബഹുമാനാദരനുമായ കർത്താവിൻ്റെ അഭിഷിക്തദാസൻ പെന്തക്കോസ്ത് ദൈവസഭ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൻ്റെ സെൻട്രൽ പാസ്റ്ററുമായിരിക്കുന്ന പാസ്റ്റർ PJ ജോസ് അവറുകൾ മുൻപോട്ട് കടന്നു വന്ന് ദൈവനെ സംസാരിക്കും. അതിനായി ബഹുമാനകർത്തദാസനെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മനോഹരമായിരിക്കുന്ന പകൽ സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സ്റ്റിൻഡോ അവറുകൾ, ഈ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ റവറൻ ഷാജി അവറുകൾ, ദൈവത്തിനെ പഠിപ്പിക്കുന്ന കർത്താവിൻ്റെ ദാസികൾ, എലിസബത്ത്, പകലിൽ ഗ്രാജുവേറ്റ് ചെയ്യുന്നതായ എല്ലാ വിദ്യാർത്ഥികൾ, നാം ഇന്ന് 4 കാര്യങ്ങളെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മനോഭാവം എന്തായിരിക്കണം. 3, നമ്മുടെ പൗരത്വത്തെക്കുറിച്ച് ഒരറിവുണ്ടായിരിക്കണം. 4, നാം അനുഭവിക്കുന്ന ദൈവശക്തിയെ സംബന്ധിച്ച് ഒരറിവുണ്ടായിരിക്കണം. അപ്പം 4 കാര്യങ്ങളാണ് ഞാൻ ചിന്തിപ്പാൻ പോകുന്നത്. ഇതൊക്കെയാണ്: 1, നമ്മുടെ ലക്ഷ്യം; 2, നമ്മുടെ മനോഭാവം; 3, നമ്മുടെ പൗരത്വം; 4, നാം അനുഭവിക്കുന്ന ദൈവശക്തി. ഈ 4 കാര്യങ്ങളെ സംബന്ധിച്ച് ദൈവദിനത്തിലൂടെ നാം ഇന്ന് പകൽക്കാലം ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാനായിട്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. ചില വേദഭാഗങ്ങളൊന്ന് വായിച്ചു തന്നാൽ അത് വളരെ സഹായകമായിരിക്കും. വായിച്ചാട്ട് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം പ്ലീസ്. ആരെങ്കിലും ഒരാളുടെ ശബ്ദം ഉയർത്തി വായിച്ച ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ ഇപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും. ഈ വേദഭാഗത്തിൽ നിന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, എൻ്റെ ശരീരത്തിലൂടെ എന്നിലൂടെ കർത്താവ് എപ്പോഴും ഇപ്പോഴും എന്ത് ചെയ്യണം? മഹിമപ്പെടുവാനായിട്ടിടയാകണം. അപ്പോൾ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ജീവിതത്തിൽ അതായിരിക്കണം. എൻ്റെ കർത്താവ് എന്നിലൂടെ എന്ത് ചെയ്യണം? മഹിമപ്പെടുവാനായിട്ടിടയാകണം. അതിനായിട്ട്
ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്താലും എൻ്റെ കർത്താവ് എന്ത് ചെയ്യണം? എന്നിലൂടെ മഹിമപ്പെടുവാനായിട്ട് ഇടയാകണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് നമ്മെ ഈ സ്ഥാനത്താക്കി വെച്ചിരിക്കുന്നത്, കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്, ഇത്രത്തോളം ദൈവം നമ്മെ കൊണ്ടുവന്നത്, അതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമേ ഉള്ളൂ. ആ ഉദ്ദേശമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. നമ്മിലൂടെ നമ്മുടെ കർത്താവ് എന്ത് ചെയ്യണം? പറഞ്ഞാട്ടെ, മഹിമപ്പെടുവാനായിട്ടിടയാകണം. നാം പാടിയാലും, നാം പ്രാർത്ഥിച്ചാലും, നാം പ്രസംഗിച്ചാലും, നാം എന്ത് ചെയ്താലും നമ്മുടെ വ്യക്തിത്വങ്ങൾ അത് ഉയരുവാനല്ല, നമ്മുടെ കർത്താവ് എന്ത് ചെയ്യണം? നമ്മിലൂടെ മഹിമപ്പെടുവാനായിട്ടിടയാകണം. ദൈവവചനം കേട്ടിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മോട് സംസാരിക്കുന്നു, ദൈവം നമ്മോട് ഇടപെടുന്നു എന്ന് മനസ്സിലാക്കി അതാത് സമയത്ത് കേൾക്കുന്ന ദൈവവചനത്തിന് മുൻപിൽ നമ്മെ ദൈവകരങ്ങളിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ച നമ്മുടെ ജീവിതത്തിൽ അത് വളരെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാനായിട്ടിടയാവും. നമ്മുടെ കർത്താവ് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതൊന്ന് പെട്ടെന്ന് വായിച്ചാട്ടെ. നമ്മുടെ കർത്താവ് മഹിമപ്പെടുവാനായിട്ട് അവിടെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മത്തായി 5:16 വായിച്ചു. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് മതി. അപ്പോൾ ഇവിടെ വായിച്ചു കേട്ടു, കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് മറ്റുള്ളവർ ദൈവത്തെ, പിതാവിനെ മഹിമപ്പെടുത്തുവാനായിട്ടിടയാകണം. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മിലൂടെ മഹിമപ്പെടുവാനായി നാം ചെയ്യേണ്ട കാര്യം നല്ല പ്രവൃത്തികൾ നാം ചെയ്യുക എന്നുള്ളതായിരിക്കണം. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറഞ്ഞിട്ടുണ്ട്, അതെ, നല്ലത് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും പലപ്പോഴും തിന്മയാണ് എന്റെ ജീവിതത്തിൽ വന്നു പോകുന്നത് പറഞ്ഞിട്ടുണ്ട്. ദൈവമക്കളെ, എന്നെ കേൾക്കുന്നതായിരിക്കുന്ന ദൈവ പൈതലെ, നമ്മിലൂടെ കർത്താവ് മഹിമപ്പെടണമെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ നല്ലതായിരിക്കണം. നല്ല പ്രവൃത്തികൾ ചെയ്താൽ നമ്മുടെ കർത്താവ് നമ്മിലൂടെ മഹിമപ്പെടുവാനായിട്ടിടയാവും. വായിക്കാം, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിക്കാം. കർത്താവ് മഹിമപ്പെടുവാനായിട്ട് എന്ത് ചെയ്യണം എന്ന് അവിടെ മറ്റൊരു വാക്യത്തിൽ കാണുവാൻ കഴിയും. എടുത്താട്ടെ, യോഹന്നാൻ 15-ന്റെ 8-ാമത്തെ വാക്യം എടുത്തവർക്ക് വായിക്കുക. മതി, നിങ്ങൾ വളരെ ഫലം കഴിക്കുന്നതിനാൽ എന്റെ പിതാവ് എന്ത് ചെയ്യും? മഹിമപ്പെടും. അങ്ങനെയാണെങ്കിൽ നല്ല പ്രവൃത്തികൾ ചെയ്യുക മാത്രമല്ല, നിങ്ങളിലൂടെ വളരെ ഫലമുള്ളതായാൽ, കർത്താവിന് വേണ്ടി ഫലം കഴിച്ചാൽ നമ്മുടെ കർത്താവ് നമ്മിലൂടെ മഹിമപ്പെടുവാനായിട്ടിടയാകും. ആ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാണ്. മുന്തിരിവള്ളിയാകുന്ന കർത്താവിൽ കൊമ്പുകളായി ദൈവം നമ്മെ അത് ചേർത്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ കർത്താവിൽ വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഫലം കഴിക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇവിടെ വായിച്ചു കേട്ടു, വളരെ ഫലം കഴിക്കുന്നതിനാൽ എന്റെ പിതാവിനെയും മഹിമപ്പെടുവാനിടയാകും. അപ്പൊ നമ്മിലൂടെ എന്ത് ചെയ്യണം? ഫലങ്ങൾ കഴിക്കണം. അവിടെ വായിച്ചു, വളരെ ഫലം കഴിക്കണം. വളരെ ഫലം കഴിച്ചാൽ കർത്താവ് എന്ത് ചെയ്യും? മഹിമപ്പെടും. നമുക്കറിയാം, ദൈവസഭ എന്ന് പറയുന്നത് ഒരു തോട്ടമാണ്. ഈ തോട്ടത്തിനകത്ത് പലവിധത്തിലുള്ളതായിരിക്കുന്ന വൃക്ഷജാതികളെ ദൈവം നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. നമ്മളെ എല്ലാം ഈ തോട്ടത്തിൽ ദൈവം നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്.
പക്ഷേ ദൈവം ഇത് നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, അതിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടായിത്തീരുവാനിടയാകണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിക്കട്ടെ, ഒരു വൃക്ഷത്തിൽ ഫലമുണ്ടായാൽ ഒരിക്കലും ആ വൃക്ഷത്തിനല്ല അതുകൊണ്ട് ഗുണം, പിന്നെ മറ്റുള്ളവർക്കാണ് ആ ഫലങ്ങൾ ഉപയോഗമായി തീരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ അത് മറ്റുള്ളവർക്ക് ആശ്വാസവും അനുഗ്രഹവുമായി തീരുവാനിടയാകണം. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൽ വായിക്കണ്ട, അവിടെ യോസെഫിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യോസെഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, അത് മതിലിന്മേൽ എന്ത് ചെയ്യുന്നു? പടർന്നു കിടക്കുന്നു. അങ്ങനെ മതിലിന്മേൽ പടർന്നു കിടക്കുന്ന യോസെഫാകുന്ന വൃക്ഷത്തെ കൊണ്ട് മതിലിനകത്തുള്ളവർക്കും ഗുണമാണ്, വെളിയിലുള്ളവർക്കും അതുകൊണ്ട് ഗുണമായി തീരുവാനായിട്ടിടയാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മിലൂടെ കർത്താവ് മഹിമപ്പെടണമെങ്കിൽ നമ്മുടെ നല്ല പ്രവർത്തികൾ കാണുവാനിടയാകണം. മറ്റൊന്ന്, വളരെ ഫലങ്ങൾ കായ്ക്കുവാനായിട്ടിടയാകണം. എങ്കിൽ കർത്താവ് മഹിമപ്പെടുവാനായിട്ടിടയാകും. സ്തോത്രം. നമുക്കറിയാം, നമ്മുടെ കർത്താവിൻ്റെ അടയാളങ്ങളുടെ ആരംഭമായി കനാവിലെ കല്യാണ വീട്ടിലാണ് കർത്താവ് അടയാളം ചെയ്തത്. അതുകൊണ്ട് കർത്താവ് അവിടെ മഹത്വമെടുക്കുവാനിടയായി. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ കുടുംബ ജീവിതത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മിലൂടെ നമ്മുടെ കുടുംബങ്ങളിലൂടെ നമ്മുടെ കർത്താവ് മഹിമപ്പെടുവാനായിട്ടിടയാകണം. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ ഇല്ലായ്മകളും പോരായ്മകളും അതൊക്കെ നേരിടാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിന്റെ പുറകിൽ ദൈവത്തിന്റെ പ്ലാൻ ഉണ്ടെന്ന് മനസ്സിലാക്കണം. മറ്റൊന്നുമല്ല, നമ്മിലൂടെ കർത്താവ് മഹിമപ്പെടുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകരുത്. നമ്മുടെ ലക്ഷ്യം നമ്മിലൂടെ കർത്താവ് മഹിമപ്പെടണമെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, പലരും ഓട്ടമോടി ലക്ഷ്യം തെറ്റിപ്പോയിട്ടുണ്ട്. നമുക്കത് സംഭവിക്കാനിടയാകരുത്. പൗലോസ് എന്ന ഓട്ടക്കാരൻ പറയുകയാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നുകൊണ്ട് മുൻപിൽ വെച്ചിരിക്കുന്നതായിരിക്കുന്ന ലക്ഷ്യത്തെ നോക്കി ആ പരമവെളിയിലേക്ക് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഗ്രസ്വമായ ജീവിതം ഒരോട്ടക്കളത്തിന് സാദൃശ്യമാണെങ്കിൽ നമ്മൾ ഓട്ടമോടുവാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നു. മുമ്പേ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ക്രിസ്തുവിന്റെ നല്ല ഭടന്മാരാണ്. മറ്റൊരു വിധത്തിൽ ഞാൻ പറയുന്നത്, ഈ ഓട്ടക്കളത്തിൽ ഓടുന്ന ഓട്ടക്കാരാണ് നമ്മൾ. അനേകർ തങ്ങളുടെ ഓട്ടമോടി ലക്ഷ്യം തെറ്റി ഇന്ന് ഈ ഓട്ടക്കളത്തിൽ ഇല്ലാതിരിക്കുമ്പോൾ നമ്മെ ഓടുവാൻ ഇതുവരെയും അനുവദിച്ച ആ ദൈവത്തെ നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചാട്ടെ. പിന്നെയും ഓടുവാനായിട്ട് ദൈവ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. അനുഗ്രഹീതമായ ദൈവത്തിന്റെ വചനം വളരെ ശാന്തതയോടുകൂടെ ശക്തമേറിയ നിലയിൽ പ്രഘോഷിച്ച ബഹുമാനിക്കപ്പെട്ട അഭിഷക്തദാസ് റവറന്റ് പാസ്റ്റർ PJ ജോസ് അവർ നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് തുടർന്ന് സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിനു മുമ്പ് അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം. കഥാദാസി ഇപ്പോൾ പ്രിസ്കില്ല ആലുവയിൽ നിന്ന് വന്നിരിക്കുന്ന പ്രിയ സഹോദരി ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം ആലപിക്കും. അതിനാക്ഷണിക്കും.
വളരെ സ്തുതിമധുരമായ ഗാനം സുൽത്താൻ മടിയാക്കി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് കഴിഞ്ഞ 1, 2, 3 വർഷങ്ങൾ ദൈവം പഠിച്ച ബഹുമാന്യരായ ഗ്രാജുവേറ്റ്സിന് അനുഗ്രഹീതമായ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അവർ പൂർത്തീകരിച്ചത് അത് കൊടുക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് ഓഡിയൻസ് ഒക്കെ വളരെ സന്തോഷത്തോടെ ഇരിക്കണം. ഓരോരുത്തരും ഞാൻ വിളിക്കും, അത് കൊടുക്കേണ്ട ആളെയും വിളിക്കും. ആ സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷം നിങ്ങൾ ഇരിക്കരുത്, അവിടെ തന്നെ നിൽക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സിയോൺ ഫുൾ ഗോസ്പൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചാരിറ്റബിൾ സൊസൈറ്റി, തിരുവനന്തപുരം, കേരള. സിസ്റ്റർ ബിന്ദു എസ് has satisfactorily completed the record in Malayalam, earned necessary units of credits and passed all the examination prescribed for 3-year training program of Sion Full Gospel Bible Institute, and is given the certificate of Bachelor of Theology, BTH. Please come forward and take. I invited the founder and president of and principal of Sion Full Gospel Bible Institute, Reverend Shaji Sion. Please come forward and give this. At the same time, we are giving the certificate with one moment of, please. Please clap your big claps. God bless you. Next, Sister Prabha P, Bachelor of Theology, BTH. Please come forward and take your certificate. Okay, may God bless you and use you. Next, the person is not present here, but we are just giving the certificate. അദ്ദേഹം ഇവിടെ ഇല്ല എങ്കിലും അദ്ദേഹത്തിന്റെ ഗ്രാജുവേഷൻ ഡിക്ലെയർ ചെയ്യുകയാണ്. ബ്രദർ സെബിൻ ബാബു, ബാച്ചലർ ഓഫ് തിയോളജി, Sion Full Gospel Bible Institute, Bachelor of Theology. 3 persons will be completing this course. So we are all together. Encourage you. God will use you the days to come. Okay, ദൈവം അനുഗ്രഹിക്കട്ടെ. അവരുടെ എല്ലാ മേഖലയിലും ദൈവം മാനിക്കും. The next course, Sion Full Gospel Bible Institute, Sister Adila has satisfactorily completed the requirement in Malayalam, earned the necessary units of credits, and passed all examinations prescribed for the 2-year training program of Sion Full Gospel Bible Institute, and is given the certificate of Diploma in Theology. Sister Adila, she is not here, but declare the certificate. Next one is the same course completed,
Diploma in Theology, Sister Kesia Paulos. Please come forward and take your seat. ഒരു big clap കൊടുത്തേ എല്ലാവരും. The next certificate goes to Diploma in Theology, Sister Litty Jacob. Please come forward and take your certificate. She is not here, so declare this. The next one is Diploma in Theology, Sister Linda Jacob. She is not present this year, but declare the certificate. She is graduate. The next one is Omana Thambi, Diploma in Theology. Please come forward and take your certificate. Okay, do you agree? Get a little bit of agree with that. God bless you. God bless you. We agree. Next, Sivan Prabhu Gospel Bible student. Certificate completed the course Diploma in Theology, Sister Tangamma. Please come forward and take this. Thank you. God bless you. All the Diploma in Theology graduate students, please. God will use this cup. God bless you. The next course will be we are given certificate in theology, CTH. This is a one-year course. Brother Anil PK has satisfactorily completed the record in Malayalam, earned the necessary units of credits, and passed all the examination prescribed over the one-year training program of Zion Full Gospel Bible Institute, and is given the certificate of Certificate in Theology. The next one is goes to Joby K. Babu. Please come forward and take this. The next person, Brother Manoj, he has completed the certificate in theology. Please come forward and take your certificate. എല്ലാവർക്കും കൊടുത്താൽ The next one is goes to Nidesh Sia. He has completed the certificate in theology, CTH. Please come forward and take a certificate. The next person is absent, but we have declared the completion course. Brother Subin Babu, he has completed the certificate in theology, CTH course. The next one is goes to Saridamol PS. She has completed certificate in theology, CTH course. Please come forward and take the certificate.
നല്ലൊരു ക്ലാപ്പ് കൊടുക്കാതെ എല്ലാവർക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗ്രാജുവേറ്റ് ചെയ്ത എല്ലാവരെയും കർത്താവ് മാനിക്കട്ടെ. തുടർന്ന് ഈ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്ത ഇതിന്റെ ഫൗണ്ടർ പ്രസിഡന്റുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ദാസൻ പാസ്റ്റർ ഷാജി പാസ്റ്റർ ഒരു 5 മിനിറ്റ് അവർക്കൊരു സന്ദേശം കൊടുക്കും. അതിനുശേഷം കൊയർ ഒരു ഗാനം പാടുകയും ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച് അതിനുശേഷം ദാസൻ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ സമയത്ത് എല്ലാ അധ്യാപകരും മുൻപോട്ട് കയറി വന്ന് ദൈവദാസന്മാർ വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും. അവൻ സ്തോത്രം. 1-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ശക്തമായിട്ടൊരു ഒറ്റ വാക്യം ഒന്ന് വായിച്ച്. അവൻ അഭിഷിക്തന്മാരോ ഒരാള് ഒൻപതാമത്തെ വാക്യം കൂടെ അഭിഷേകം. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിൽ വന്നുകൊണ്ട് ഇരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ് നമ്മൾ കേട്ടത്. ഏതു മനുഷ്യനെയും, അത് ആമേൻ സ്തോത്രം, ജാതി അടിസ്ഥാനത്തിലോ കുലം അടിസ്ഥാനത്തിലോ ഒന്നുമല്ല, ഏതു മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. ആമേൻ. ഈ കോഴ്സ് തുടങ്ങുന്നതിന്റെ പ്രാരംഭഘട്ടത്തിൽ 10 പേര് ഗ്രാജുവേറ്റ് ചെയ്തു. 2-ാമത്തെ വർഷം 24 പേര് ഗ്രാജുവേറ്റ് ചെയ്തു. ആമേൻ. 3-ാമത്തെ വർഷം 15 പേര് ഗ്രാജുവേറ്റ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കൂ, ഏതു മനുഷ്യരെയും, ആമേൻ, അത് പാവപ്പെട്ടവനോ പണക്കാരനോ കറുത്തവനോ വെളുത്തവനോ ഒന്നുമല്ല വിഷയം. ഏതു മനുഷ്യന്റെ മേലും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ ഒരു സ്പർശനം ഏറ്റവരാ ഈ ഇരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പേഴ്സണലി ഇവരൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷേ ഇവരെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്തിനകത്ത് അവൻ നിയോഗിക്കപ്പെട്ട ദൈവത്തിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്കായി ദൈവത്തിന്റെ പ്രവൃത്തിയിൽ ദൈവത്തിന്റെ ഭൂമിയിൽ അവൻ പണ്ട് സ്വരൂപിച്ചു വച്ച ചില മുത്തുകളാണ് ഈ ഇരിക്കുന്ന ഗ്രാജുവേറ്റ് ചെയ്ത 1-ാം വർഷം 2-ാം വർഷം 3-ാം വർഷത്തിലേക്ക് ഗ്രാജുവേറ്റ് ചെയ്ത കർത്താവിന്റെ അഭിഷക്തന്മാരോടും അഭിഷക്തമാരോടും ഒറ്റ കാര്യം പറയാ, ഇത് ദൈവത്താൽ സംഭവിച്ചിരിക്കുകയാണ്. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ഇതെന്താ ആശ്ചര്യമാണ്. ഇതിനകത്ത് 1, 2 നോക്കിക്കഴിഞ്ഞാൽ അവൻ സ്തോത്രം വേണോ വേണ്ടേ, പഠിക്കണോ പഠിക്കണ്ടേ, ഗ്രാജുവേഷന് വരണോ വരണ്ടേ എന്നൊക്കെ ചിന്തിച്ച് ചിന്താകുലത്തിനകത്ത് കൊണ്ടിട്ട് സാത്താൻ കറക്കി. എന്നാൽ അവൻ ഈ ഗ്രൗണ്ടിനകത്ത്, ഈ അവൻ പ്രകാശത്തിനകത്ത് ഇന്നേ ദിവസം കേരളക്കര മൊത്തവും ഇരുട്ട് വ്യാപരിക്കുമ്പോ ഈ പ്രകാശത്തിനകത്ത് പല ജില്ലയിൽ നിന്ന് പല ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഇതിനകത്ത് ദൈവം കൊണ്ടുവന്നെങ്കിൽ ഒറ്റ കാര്യം ഇതാണ്, ഇത് ദൈവത്തിന്റെ നിയോഗമാണ്. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, നിയോഗമില്ലാത്ത ഒരാൾ പോലും ഗ്രാജുവേറ്റ് ചെയ്യരുത്, ഗ്രാജുവേഷന് വരരുത്. ഏറ്റവും കൂടുതൽ പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥനയിലും പൊതുവിൽ പ്രാർത്ഥനയിൽ ഒറ്റ കാര്യം ഈ നമ്മളിൽ നിൽക്കുന്നത് എവിടെയെന്നറിയാമോ? പടക്കളത്തില. നാളെ നിങ്ങളുടെ ജോലി കാര്യങ്ങൾക്ക് വേണ്ടി ഡ്രൈവിങ്ങിന് പോകുന്നവരുണ്ട്, വിവിധ ജോലിക്ക് പോകുന്നവരുണ്ട്, മിനിസ്ട്രിക്ക് പോകുന്നവരുണ്ട്. എല്ലാവരും നാളെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, ഈ കയ്യിരിക്കുന്ന ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ഇതിനകത്തൊരു പയറ്റ് വെളിപ്പെടും. അതിനകത്തുനിന്ന് പുറത്തു വരണമെങ്കിൽ ഈ പ്രകാശത്തിനകത്ത്, ഈ ഗ്രൗണ്ടിനകത്ത്, ഒരു സൂര്യഗോളാകൃതിക്കകത്ത് ഒരു മനുഷ്യൻ കടന്നു വരുന്നത് പോലെ ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞ് നമ്മെ വിളിച്ചത്, നിർത്തിയത്, നയിച്ചത്, നമ്മെ മാനിച്ചത് ദൈവത്തിന്റെ കൃപയാണ്. ഒരു പാട്ട് പാടുന്ന സമയത്ത് ഓൺലൈൻ ഗ്രാജുവേറ്റ്സ് എഴുന്നേറ്റ് ഇങ്ങോട്ട് വരണം, മുമ്പോട്ട് വരണം. നിങ്ങൾക്ക് മുട്ട നിൽക്കാൻ പറ്റുമെങ്കിൽ മുട്ട നിൽക്കാം, പക്ഷെ ഒത്തിരി നേരം നിൽക്കാൻ ബുദ്ധിമുട്ടെന്ന് എനിക്കറിയാം. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ
ദിനങ്ങളാണിത്, വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ മുകളിലേക്ക് ചേർന്ന് ഒരുമിച്ച് ആത്മാവിന്റെ കർത്താവിനെ സമൃദ്ധിയാകട്ടെ. നമ്മുടെ കർത്താവിനെ മുഖത്തപ്പെടുത്ത കരകളെ തട്ടി ദൈവത്തെ മുഖത്തപ്പെടുത്തിയാട്ടെ, കരകളെ അടിച്ച് ദൈവത്തെ മുഖത്തപ്പെടുത്തിയാട്ടെ. ഇന്ന് പകൽ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരു ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് കർത്താവിന്റെ ദാസൻ അമിത്ഷാജി സാറോട് പ്രാർത്ഥിക്കുന്നത് സപ്പോർട്ട് ചെയ്യും. ഈ ദാസന്മാരെല്ലാം ചേർന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. അല്പസമയം മുട്ടായിരുന്നു പ്രാർത്ഥിക്കാം നമുക്ക്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ വിശുദ്ധന്മാരെ കരങ്ങളൊന്ന് ഉയർത്തി അവർക്ക് നേരെ ഉയർത്തിയാട്ടെ, ഇരിക്കുന്നവർ നേരെ ഉയർത്തിയാട്ടെ. പരിശുദ്ധാത്മാവിന്ന് ആമേൻ ഈ പകൽക്കാലം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. അഭിഷക്തന്മാരെല്ലാവരും ഇന്ന് പകൽക്കാലം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. അഭിഷേകം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അഭിഷേകം നിറവിൽ ഉടമൽക്കമന പരകതൊരു വൈഡകരാജകൽക്കനാദി അമ്മൽക്കമന പരകതൊരു വേദപരാജകൽക്കനാദി അമ്മൽപ്രവണപരച്ച വേദപരാജകൽക്കനാദി. ഓ ചുണ്ടവരം തലവയിലും പ്രവണവരം തനാകര യേശുവിന്റെ അഭിഷേകം ചെല്ലരും അന്യഭാഷ ആരാധിച്ചാട്ടെ, അന്യഭാഷ ആരാധിച്ചാട്ടെ. എല്ലാ സ്റ്റുഡൻസും അന്യഭാഷ ആരാധിച്ചാട്ടെ. കൈയടിച്ച് ദൈവത്തെ ആരാധിച്ചാൽ പെർമിഷന്റെ അല്പനിമിഷത്തെ ആരാധിച്ചാട്ടെ. ഒരു ആത്മീയ പവർ, ഒരു ലോകത്തിന്റെ വെളിച്ചം വീട്ടി മാറിയട്ടെ. അതെ പൗലോസിന്റെ വീട്ടിലെ വെളിച്ചം, പൗലോസിന്റെ വീട്ടിലെ വെളിച്ചം അവരുടെ പകൽക്കാലം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ഓ വിമലവ ശബ്ദനാഥന, ഓ ഓരോ സുരക്ഷിതരെ, ഓരോ അഭിഷേകന്മാരുടെ, ഓരോ അഭിഷേകന്മാരുടെ ഇപ്പോൾ തന്നെ ഒരു ആത്മനിലവ, ആത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം സംഭവരാധനക്കനാദി അതിന്റെ ഘടകം വേദപരാധന പ്രവണവരം ദൂരീകര യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഒരു അത്യുന്ന അഭിഷേകം, അത്യുന്ന സാന്നിധ്യം ഈ കൂടാരമുള്ളത് പകർന്ന് ഇന്ന് പകൽക്കാലം വ്യാപരിക്കട്ടെ. അഭിഷേകന്മാരാകട്ടെ, പരിശുദ്ധാത്മാവിന്റെ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അപ്പാ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു, കെസിക്കായി പ്രാർത്ഥിക്കുന്നു. ഓ പ്രൈസ് ദി ലോർഡ്, ഭാവിക്കായി പ്രാർത്ഥിക്കുന്നു. ഓ നാമേ വാൻസിക്കായി പ്രാർത്ഥിക്കുന്നു.
ദൈവശക്തി വ്യാപരിക്കട്ടെ. ഭഗവാനായി പ്രാർത്ഥിക്കുന്നു. ദൈവാംശങ്ങൾ വെളിപ്പെടട്ടെ. ഓ പ്രൈസ് ദി ലോർഡ്. തീ വ്യാപരിക്കട്ടെ. ഓ പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ ആമേൻ. പ്രവർത്തിക്കാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ അന്ധകാര മണ്ഡലങ്ങളും ഇപ്പോൾ അണിഞ്ഞു മാറട്ടെ. ഒരു ആത്മശുശ്രൂഷയിലാക്കുക. ഇന്നും പകൽ തിളങ്ങി വരട്ടെ. പ്രവർത്തിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ആത്മാവിന്റെ തീയാണ് അതിനെ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രവർത്തിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഒരു തീവ്രവിചാരം. Holy Spirit, Holy Spirit, ഇപ്പോൾ തന്നെ കൃപവരം പ്രാപിക്കട്ടെ. മുതൽ കവലവരെ കണ്ടുനി. ഓ യേശുവിനായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ഒരു തീ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ. ഹല്ലേലൂയ. ഓ സത്യത്തിൽ പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ പ്രവൃത്തി തന്റെ മേൽ വെളിപ്പെടട്ടെ. ഓ തീ കച്ചലമാക്കി തന്റെ പുറത്തെടുക്കട്ടെ. ഓ മനോജിനായി പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി തന്റെ മേൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ. അനുഗ്രഹിക്കുക പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. ഓ ടച്ച് യേശുവിന്റെ നാമത്തിൽ. ഓ ഹോളി സ്പിരിറ്റ് അഭിഷേകത്തിനെ ഇപ്പോൾ തന്നെ ഒരു ദൈവ സാന്നിധ്യം. അനുഗ്രഹിക്കുക അഭിഷേകത്തിനെ ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഈ അഭിഷേകത്താൽ 15 പേര് നിന്നേക്കായി പ്രാർത്ഥിക്കുന്നു. നിത്യക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദൈവശക്തി വെളിപ്പെടണം. അതിലേക്കായി പ്രാർത്ഥിക്കുന്നു. ചിക്കുമ്പോൾ നമുക്ക് മാറണം. യേശുവിന്റെ നാമത്തിൽ സുവിനായി പ്രാർത്ഥിക്കുന്നു. സെവിനായി പ്രാർത്ഥിക്കുന്നു. കുവൈറ്റിലും റിയാദിലും ദൈവശക്തി വെളിപ്പെടണം. അഭിഷേകന്മാർ ഒരുമിച്ച് അഭിഷേകന്മാർ ഒരുമിച്ച് ഈ 15 പേർക്കായി പ്രാർത്ഥിക്കുന്നു. അഭിഷേകന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ ശക്തി ആ ഒരു സത്യ വെളിച്ച പ്രകാശം അതെ പൗലോസിന്റെ മേൽ ശൗലിന്റെ മേൽ വീണ ആ പ്രകാശം പൗലോസാക്കിയത് പോലെ ദൈവ സാന്നിധ്യം കൊണ്ട് ഭൂമിയിലോട്ടത്തോളം സാക്ഷികളായിരിക്കും. വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ദൈവമേ കർത്താവേ 17-ാം തീയതി മുതൽ 2-ാം വർഷത്തിലും 1-ാം വർഷത്തിലും ആമേ 3-ാം വർഷത്തിലുമുള്ള അഭിഷക്തന്മാരും കയറുമ്പോൾ അവരെ കൂടെ പുതിയ ഒരാള് ദൈവം അവരെ കരത്തിൽ കൂടെ കൊണ്ടുവരുന്നതിനായി കർത്താവിന്റെ കൃപയിൽ പുതിയണം. ഞങ്ങളെല്ലാ വിശുദ്ധന്മാരെ പേരുമാരായി ഏൽപ്പിക്കുന്നു. അത്ഭുതം ചെയ്യും. ആമേൻ. തങ്ങമരിക്കായി പ്രാർത്ഥിക്കും. ആമേൻ. ഓമനസുസുക്കായി കെസിയമോക്കായി അഭിഷേകത്തിനായി ആമേൻ. ബിന്ദുസുസുക്കായി സരസുസുക്കായി ദിലീഷ് ബ്രദറിനായി ആമേൻ. മനോജ് ബ്രദറിനായി ആമേൻ. പ്രൈസ് ദി ലോർഡ്. ജോയ് ബ്രദറിനായി ഹല്ലേലൂയ. അൽപ്പിക്ക വിശുദ്ധനായി കർത്താവേ പുതിയത്തിലേക്ക് താഴെ മഹത്വം കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ നമ്മുടെ കരങ്ങളെ അടിച്ച് സ്വന്തം പറഞ്ഞാട്ടെ. അനുഗ്രഹിക്കട്ടെ. പഠിപ്പിച്ചവരെ ഓർത്ത് സ്തോത്രം ചെയ്യും. ഇപ്പോൾ അവാർഡ് ദാനമാണ്. ആദ്യമായിട്ട് ബെസ്റ്റ് സ്റ്റുഡൻസിനുള്ള അവാർഡാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ബാച്ചിലർ ഓഫ് തിയോളജി BTH കംപ്ലീറ്റ് ആക്കിയ ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്ത സ്റ്റുഡൻസിൽ എല്ലാവരും നല്ലവരാണ്. ആരും മോശമല്ല. ആരും പിന്തള്ളിയിട്ട് ഒരാളെ മുന്നിൽ കൊണ്ടുവന്നതല്ല. എങ്കിലും അത്ഭുതം എന്ന് പറയട്ടെ, നറുക്ക് വീണത് ഇന്ന് ഇവിടെ പേര് വായിക്കുന്ന ആളുകൾക്കാണ്. അതുകൊണ്ട് ആരും മറ്റുള്ളവർ വിഷമിക്കാനല്ല. നിങ്ങളൊട്ടും പിന്നിലല്ല. നിങ്ങളും ഒപ്പത്തിനൊപ്പം ഉണ്ട്.
ഞങ്ങൾ ആകെ വിഷമിച്ചു പോയി ആര് തിരഞ്ഞെടുക്കുന്നുള്ളത്. കാരണം എല്ലാവരുടെയും പെർഫോമൻസ് ഒരു ബൈനോട്ട് പോലും കാണാനില്ല. എങ്കിലും ഇവിടെ ഏറ്റവും നല്ല നിലയിൽ കാര്യങ്ങളെല്ലാം ചെയ്ത് റിക്വയർമെന്റ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കർത്താവിന്റെ ദാസി സിസ്റ്റർ പ്രഭ പി, ബാച്ചലർ ഓഫ് തിയോളജി കടന്നു വരും. ഓക്കെ, നമ്മുടെ രജിസ്ട്രാറും അപ്പോൾ തന്നെ അധ്യാപനമായിരിക്കുന്ന ബഹുമാനി കർത്തദാസൻ പാസ്റ്റർ ജോസ് പി അവരും ഇങ്ങോട്ട് കടന്നു വന്ന് ഈ അവാർഡ് ഇപ്പോൾ കൈമാറുന്നു. അധ്യാപകരെല്ലാം മുൻപിടിച്ചാൽ കയറണമെന്നാണ്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. രണ്ടാമതായിട്ട് ഡിപ്ലോമ ഇൻ തിയോളജി ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത സിസ്റ്റർ ഓമന തമ്പി ഇപ്പോൾ ഈ അവാർഡ് കൊടുക്കാനായിട്ട് പ്രിയ ലെക്ചറായിരിക്കുന്ന നമ്മുടെ അധ്യാപികയായിരിക്കുന്ന സിസ്റ്റർ എലിസബത്ത് ജോയ്മോൻ മുന്നോട്ട് കടന്നു പോയി. ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡാണ് ഗോസ് ടു ഓമന തമ്പി. God bless you. അടുത്തതായിട്ട് നമുക്ക് ഈ കഴിഞ്ഞ 1, 2, 3 വർഷമായിട്ട് വളരെ മനോഹരമായ നിലയിൽ ദൈവദിനം പഠിപ്പിച്ച അധ്യാപകരുണ്ട്. പക്ഷേ എല്ലാ അധ്യാപകരും എത്തിയിട്ടില്ല, പല തിരക്കുകളുടെ നടുവിലായതുകൊണ്ട്, യാത്ര ചെയ്യാനുള്ള അസൗകര്യമുള്ളതുകൊണ്ടൊക്കെ. എങ്കിലും ഇവിടെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട അധ്യാപകരുണ്ട്. അവരിൽ ഒന്നാമതായിട്ട് ഞാൻ ക്ഷണിക്കുന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ ആയിരിക്കുന്ന റവറൻഡ് ഷാജി സിയോൻ അവർകളാണ്. അദ്ദേഹത്തിന് ആ സർട്ടിഫിക്കറ്റ്, ആ അവാർഡ് കൊടുക്കുവാൻ ഇപ്പോൾ ബഹുമാന്യ കർത്തദാസൻ പാസ്റ്റർ PJ ജോസ് അവരുടെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് ഈ സിയോൺ ഫുർഗോസ്പൽ കോളേജ് സ്റ്റുഡന്റ് ഡീൻ ആയിരിക്കുന്ന ഞാൻ തന്നെയാണ്, റവറൻഡ് ജിൻഡോ തോമസ് അവർ. ഇപ്പോൾ അത് കൊടുക്കാനായിട്ട് ഷൈസാനെ ക്ഷണിക്കുന്നു. നെക്സ്റ്റ് സിസ്റ്റർ എലിസബത്ത് ജോയ്മോൻ. വളരെ മനോഹരമായ നിലയിൽ കഴിഞ്ഞ വർഷങ്ങൾക്ക് ദൈവം പഠിപ്പിച്ച പ്രിയ അധ്യാപിക ഈ മൊമെന്റ് ഇപ്പോൾ കൈമാറുകയാണ്. കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. മറ്റു അധ്യാപകരുടെ ഇവിടെ ഇരുന്ന് ഞാനിപ്പോൾ അത് ഓക്കെ, നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ രജിസ്ട്രാർ ആയിരിക്കുന്ന ബഹുമാനയുടെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ PJ ജോസ് അവർ, അദ്ദേഹത്തിന് മുമ്പിൽ കൈമാറാനായിട്ട് ഷൈസാനെ ക്ഷണിക്കുന്നു. ഇപ്പോൾ റവറൻഡ് PJ ജോസ് അവർ കൊടുക്കുന്നത്. ഈ അധ്യാപന ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല. കാരണം ഓരോ വർഷവും ക്ലാസ് എടുക്കുമ്പോൾ അധ്യാപകർക്ക് നല്ല ഡ്യൂട്ടിയുണ്ട്. സ്റ്റുഡൻസിന് വന്നിരുന്നാൽ മതി സമയമാകുമ്പോൾ. പക്ഷെ അതിന് 1 ദിവസം 2 ദിവസം ഒരാഴ്ച മുമ്പ് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം, അതിന് നിങ്ങൾ മുൻപ് പഠിപ്പിച്ചിട്ടുള്ള സബ്ജക്റ്റൊക്കെ ആണെങ്കിലും വീണ്ടും അതൊന്നുകൂടെ വായിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. അതുകൊണ്ട് വളരെ സമയം ചെലവിട്ട് നോട്ട് തയ്യാറാക്കിയാണ്. കാരണം പുതിയ ആശയങ്ങൾ, പുതിയ ചിന്തകൾ കിട്ടാൻ വേണ്ടി. അതുകൊണ്ട് നിങ്ങൾ ഈ അധ്യാപകരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി നിങ്ങൾക്ക് ലഭിക്കുന്ന സമയങ്ങളൊക്കെ അവർ ഓർക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ സേവനങ്ങൾ എന്ന് ഓർക്കുന്നതാണ് ദൈവനാഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായിട്ട് കഴിഞ്ഞ 3 വർഷം ഈ സ്ഥാപനത്തിൽ കടന്നു വരികയും ഇതിന്റെ ആരംഭ സമയം മുതൽ തന്നെ ഇതിന് വേണ്ടി അവരുടെ ശാരീരികവും മാനസികവുമായിട്ട് മാത്രമല്ല വേദവിദ്യാർത്ഥികൾ എന്ന നിലയിൽ തന്നെ നിന്ന് 3 വർഷം ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന്
നമുക്ക് സർട്ടിഫിക്കറ്റ് ഇൻ തിയോളജി, ഡിപ്ലോമ ഇൻ തിയോളജി, ബാച്ചിലർ ഓഫ് തിയോളജി, CTH, ഡിപ്ലോമ, BTH 3 കോഴ്സുകളേ ഉള്ളൂ. ഈ 3 കോഴ്സുകളും മുഴുവൻ ആയി നിന്ന് പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്തവരാണ് ഇന്ന് BTH കംപ്ലീറ്റ് ചെയ്തവർ. നമുക്കിനി അടുത്തൊരു കോഴ്സ് ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് അത് തുടങ്ങുന്നവരെ പ്രാർത്ഥിക്കുക. ദൈവം അനുഭവിച്ചാൽ ഇനി അടുത്ത MDO മറ്റ് കോഴ്സുകൾ ആരംഭിക്കാൻ നമുക്ക് സാധിക്കും. MDO ഉണ്ട്, MIനുണ്ട്, മാസ്റ്റർ ഓഫ് മിനിസ്ട്രീസ് എന്ന് പറഞ്ഞ കോഴ്സുണ്ട്. അപ്പോൾ ഡീമിനുണ്ട്. അങ്ങനെ പല കോഴ്സുകളുണ്ട്. മിഷൻ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന കോഴ്സുകളാണ്. കർത്താവ് ഒരു താമസിച്ചാൽ ദൈവത്തിന് അവസരം ഒരുക്കുന്നെങ്കിൽ അത് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. എങ്കിലും കഴിഞ്ഞ 3 വർഷം ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത പ്രിയപ്പെട്ടവരെ ഞാൻ ക്ഷണിക്കുന്നു. സിസ്റ്റർ പ്രഭ പി മുൻപോട്ട് കിടന്നവർ ഇപ്പോൾ ഒരു മെഡല് അണിയിച്ച് അവരെ ആദരിക്കുന്നതായിരിക്കും. അതിന് പ്രിൻസിപ്പളായ ഷൈസാൻ ക്ഷണിക്കുന്നു. ഓക്കെ, 3 വർഷം കംപ്ലീറ്റ് ചെയ്ത അടുത്തയാള് സിസ്റ്റർ ബിന്ദു. ഇപ്പോൾ പ്രിയ സിസ്റ്ററിനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല ക്ലാപ്പ് കൊടുത്താട്ടെ. 1 വർഷം തന്നെ പഠിക്കാൻ പ്രയാസമാണ്, 6 മാസം പഠിക്കാൻ പ്രയാസമാണ്. അപ്പോൾ 3 കൊല്ലം കംപ്ലീറ്റ് ചെയ്യുന്നത് നിസ്സാര കാര്യമല്ല. അപ്പോൾ അവരുടെ അടുത്ത് എഫോർട്ട് കർത്താവ് ഒരു ധാരാളമായി പ്രതികൂലം മാനിക്കട്ടെ. കർത്താവിന്റെ വേലയിൽ ഇന്നും ശക്തമായി നിൽക്കുന്നു. ഇന്ന് നമുക്ക് വേണ്ടി കടന്നു വന്ന ഈ വേദിയിൽ അനുഗ്രഹീതമായ ദൈവിക സന്ദേശം പകർന്നു തന്ന ബഹുമാന്യ കർത്തദാസനോടുള്ള ആദരവോടെ ഇപ്പോൾ ഞങ്ങൾ ക്ഷണിക്കുന്നു. കർത്തദാസൻ ഷാജി സിയൻ അവറുകൾ, ബഹുമാൻ ദേവദാസൻ ഒരു ഫലകം കൊടുത്ത് അദ്ദേഹത്തെ ആദരിക്കുന്നു. നല്ലൊരു ക്ലാപ്പ് കൊടുത്താണ്. സന്തോഷത്തോടെ കർത്താവിന് മുഖത്ത് കൊടുത്താണ്. We are very blessed. We are very happy. God bless you, sir. Okay, ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you. Thank you. ഇനി കർത്താവ് അനേക വേദികളിൽ അനേക ഇടങ്ങളിൽ കർത്താവിന്റെ പ്രധാനപ്പെട്ട സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, നിന്നോടുള്ള സ്നേഹം എന്നുയിരേ കാളരിയിൽ നീ എന്നും വേണം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, നിന്നോടുള്ള സ്നേഹം എന്നുയിരേ കാളരിയിൽ നീ എന്നും വേണം. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. രാവിലും പകലിലും നീ മാത്രമേ, ഉയിരിലും ഉണർവിലും നീ മാത്രമേ. രാവിലും പകലിലും നീ മാത്രമേ, ഉയിരിലും ഉണർവിലും നീ മാത്രമേ. ഒരു ഈമ പോലും മടയാതെ
യേശു അപ്പയാണ് എപ്പോഴും പ്രിയതോഴനായി. ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിടുന്ന യേശു അപ്പയാണ് എപ്പോഴും പ്രിയതോഴനായി. എന്റെ ചങ്കാണേ, എന്റെ ഉയരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. എന്റെ ചങ്കാണേ, എന്റെ ഉയരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ആശംസ ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ വർഷങ്ങൾ ദൈവം പഠിപ്പിച്ച ബഹുമാനപ്പെട്ട കർത്താവിദാസി സിസ്റ്റർ എലിസബത്ത് ജിയോമാൻ മുൻപോട്ട് കടന്നു വന്ന ഇപ്പോൾ ആശംസ അറിയിക്കും. അതിനെ ക്ഷണിക്കുന്നു. അതേ പാഠശാലയുടെ അനുഗ്രഹീതമായ നിലയിൽ ഗ്രാജുവേഷൻ സെറമണി നടക്കുവാൻ സർവ്വ ദൈവം കൃപ ചെയ്തല്ലോ. പ്രത്യേക ഈ അനുഗ്രഹീതമായ ഈ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ഭൃത്യൻ അതേ പ്രിയ ഷാജി സാറ്, എനിക്കറിയാം അഹോരാത്രം ഈ ഒരു സ്ഥാപനത്തെ വളരെ നല്ല നിലയിൽ കർത്താവിന് വേണ്ടി എങ്ങനെ എപ്രകാരം പ്രയോജനപ്പെടണമോ അതുപോലെ തന്നെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവത്താൽ ദൈവിക നിയോഗം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് ഈ സ്ഥാപനത്തെ വളരെ നല്ല നിലയിൽ മുമ്പോട്ട് നയിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, അതുപോലെ തന്നെ ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട സെറമണിക്ക് വളരെയധികം നല്ല നിലയിൽ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന പ്രിയ ജിൻഡോ സാറ്, നമുക്ക് ഏവർക്കും വളരെ പ്രത്യേകിച്ച് ശുശ്രൂഷയുടെ മുഖത്തേക്ക് ഇറങ്ങുന്ന കർത്താവിൻ്റെ ദാസന്മാർക്കും ദാസിമാർക്കും ഏറ്റവും നല്ല ഒരു സന്ദേശം കൈമാറിയ പ്രിയ അഭിഷിക്തൻ, പ്രിയ ജോസാറ്, പ്രിയ അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ആഗതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം ആദരിക്കുമാറാകട്ടെ. പ്രത്യേക ഇവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുമ്പിൽ ഗ്രാജുവേറ്റ് ആയിരിക്കുന്ന എല്ലാ എൻ്റെ സഹോദരങ്ങൾക്കും ക്രിസ്തുവിൽ വന്ദനം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൽ അതേ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പനെ കാണാതെ പോയ കഴുതകളെ തപ്പി നടന്ന ഒരു ശൗലിന്റെ പേരും അപ്പന്റെ ആടുകളെ മേയ്പാൻ വനാന്തരത്തിലേക്ക് പുറപ്പെട്ട ദാവീദിന്റെ പേരും പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ മുക്കുവനായിരിക്കുന്ന പൗലോസിന്റെ പേരും ഒക്കെ ദൈവത്തിന്റെ സാന്നിധ്യവും കരുതലും ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ദൈവത്താൽ ശക്തമായി ഉപയോഗിക്കപ്പെടാൻ ഇടയായിത്തീർന്നു. കാട്ടത്തിപ്പഴം പറക്കുന്നിട ആമോസിനെയും രാജകുടുംബത്തിൽ പറന്ന യെശയ്യാവിനെയും ഒക്കെ എന്ത് ചെയ്തു? ദൈവം ഉപയോഗിച്ചു. നിങ്ങളുടെ പ്രായമൊന്നും ഇവിടെ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നതിന് ഒരു തടസ്സമല്ല. നമുക്കറിയാം 80 വയസ്സ് കഴിഞ്ഞ മോശയെ ദൈവം ഉപയോഗിച്ചു. അതേ ക്രൈസ്തലോട് അങ്ങനെയെങ്കിൽ ഇവിടെ പ്രായപരിധിയില്ലാതെ വേല ചെയ്യാൻ കഴിയുന്ന ഒരിടമുണ്ടെങ്കിൽ അതിൻ്റെ അപ്പൻ്റെ മുന്തിരിത്തോട്ടമാണ്. ആ മുന്തിരിത്തോട്ടത്തിലേക്ക് അതേ സർട്ടിഫിക്കറ്റ് അങ്ങ് വാങ്ങിച്ച് നിങ്ങൾ ചുവട് വയ്ക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക. അതേ പുതിയ നിയമത്തിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൻ വാഹനമേറിയ മൃഗം ഏതായിരുന്നു? കഴുതയായിരുന്നു. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്. അപ്പൻ വാഹനമേറാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് അതേ ജയത്തിനൊക്കെ നമ്മൾ യുദ്ധത്തിന് കൊണ്ടുപോകുന്ന കുതിരയെ തിരഞ്ഞെടുത്തില്ല. കാരണം കുതിരയുടെ കഴുത്ത് എപ്പോഴും എന്താണ്? ഉയർന്നിരിക്കും. എന്നാൽ കഴുതയുടെ കഴുത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് താണിരിക്കും. എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ ഉയരത്തിലിരിക്കും. എൻ്റെ പുറത്തിരിക്കുമ്പോൾ, ആ കഴുതപ്പുറത്തിരിക്കുമ്പോൾ ആ കഴുതയല്ല കാണുന്നത്, അപ്പനെ കാണേണ്ടത്, യേശുവിനെ കാണേണ്ടത്. ഇതൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ ഓർക്കണം, അതേ ഫലകമൊക്കെ മേടിച്ച് അതേ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ച് നിങ്ങൾ നാളെ അതേ കളിക്കളത്തിലോട്ട് ഇറങ്ങിയല്ല, നമ്മൾ പോർക്കളത്തിലോട്ട് ഇറങ്ങി. ഏറ്റവും നല്ല നിലയിൽ ഒരു വചനം നമുക്ക് കിട്ടി. ആ വചനത്തെ ഹൃദയം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഓർക്കണം പ്രിയമുള്ളവരെ, നമ്മൾ യേശു കർത്താവിനെ ധരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ, പ്രോത്സാഹനത്തിന് വേണ്ടി തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. നമുക്കറിയാം, യേശുവിനെ വഹിച്ചുകൊണ്ട് പോയപ്പോൾ അല്ലെങ്കിൽ ആ കഴുതയുടെ മുമ്പിലേക്ക് അത് ഇന്നലെ വരെ ഇല്ലാത്ത പച്ചപ്പുകളൊക്കെ ഒത്തിരി പേര് വെട്ടിയിട്ട് കൊടുത്തു, വസ്ത്രങ്ങളൊക്കെ വിരിച്ചു. പക്ഷേ അതെന്താണ്? ഉയരത്തിൽ അതേ തൻ്റെ പുറത്തിരിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി അത് ചെയ്തത്. നമ്മൾ ഓർക്കണം, നമ്മുടെ അപ്പായിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ശുശ്രൂഷകൾക്ക് എന്തെങ്കിലുമൊക്കെ ലോകത്തിൽ ആരെങ്കിലും
എന്തെങ്കിലുമൊക്കെ പ്രതിഫലം നൽകുമ്പോൾ അത് നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, നമ്മൾ ധരിച്ച, നമ്മൾ അതേ ഉയർത്തുന്ന ക്രിസ്തുവിന്റെ അതേ കൃപയാണെന്ന് ധരിച്ചുകൊണ്ട് കർത്താവിന്റെ വേലയിൽ ശക്തമായ അഭിഷക്തന്മാരായും അഭിഷക്തകളായും ദൈവം ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് ആർക്കും നിങ്ങൾ നാളെ എന്താകുമെന്ന് അത് ചിന്തിക്കാൻ കഴിയുന്നത് അപ്പുറമാണ്. നിങ്ങൾക്ക് ആർക്കും ഇന്ന് പ്രവചിച്ച് ഒരു പക്ഷെ പറയാൻ പറ്റത്തില്ല. അതിനും അപ്പുറമായ ദൈവത്തിന് നിങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. നിങ്ങളുടെ കഴിവല്ല, മിടുക്കല്ല, എല്ലാം അപ്പന്റെ കൃപയും ഓർത്തുകൊണ്ട് പ്രാർത്ഥനാ മുറിയിൽ അപ്പനുമായിട്ടുള്ള ബന്ധത്തിൽ ഓരോ ദിവസം ശക്തിയോടെ മുന്നോട്ട് വരാം. സർവശക്തനായ ദൈവം എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും എല്ലാവരുടെയും ആശംസകളും നിങ്ങൾക്ക് വേണ്ടി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനോഹരമായ നിലയിൽ നമ്മുടെ നമ്മെ തൊട്ടുണ്ടെത്തിക്കൊണ്ട് അനുഗ്രഹമായ ആശംസകൾ അറിയിച്ച് ബഹുമാനപ്പെട്ട സിസ്റ്റർ എലിസബത്ത് ജോയി മോഹൻ അവർക്ക് നന്ദി അറിയിക്കുന്നു. അത് അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലൊരു കൊടുത്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സന്നിധാനത്തിൽ വണക്കി ദൈവസന്നിധിയിൽ വീണ്ടും പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ മനോഹരമായ ഈ പകൽ സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ വർഷത്തെ ഗ്രാജുവേഷൻ സെറമണി വളരെ അനുഗ്രഹമാക്കി തീർത്തതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുകയാണ്. കർത്താവേ, ദാസൻ ഷായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവെ വളരെ അധ്വാനിച്ച് ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവ് കൃപ ചെയ്തതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പിന്നെ ദാസനെ ശക്തീകരിച്ചാണ്ട് ബലപ്പെടുത്തിക്കാണ്ട് കർത്താവെ സ്വർഗ്ഗമായ കൃപ കൊണ്ട് കർത്താവ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദാസൻ ജിന്റെ പാസ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
വളരെ മനോഹരമായി ഈ പ്രോഗ്രാം കർത്താവെ ലീഡെയ്യുവാൻ തക്കവണ്ണം ഒരു ദാസനെ നീ ബലപ്പെടുത്തിയതോ ഓർത്ത് സ്തോത്രം. കർത്താവ് കൊടുത്തിരിക്കുന്ന ജ്ഞാനത്തിനായി സ്തുതിക്കുന്ന കർത്താവെ, എല്ലാ കൃപകൾക്കായി സ്തുതിക്കുകയാണ്. തന്റെ ശുശ്രൂഷകളെ മാനിക്കണം, കുടുംബമായി അനുഗ്രഹിച്ചാട്ടെ. ദൈവകൃപ കൊണ്ട് കർത്താവ് നിറയ്ക്കണോ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ച ദാസി എലിസബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദാസി അധികമായി ശക്തീകരിച്ച് ബലപ്പെടുത്തിക്കാട്ട് കർത്താവെ. പിന്നെ അമിതമാകുന്ന ദൈവകൃപ കൊണ്ട് കർത്താവ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ പ്രാവശ്യം വിവിധ ബാച്ചുകളിൽ പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്തതായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ വീണ്ടും കർത്താവിന് വേണ്ടി അധികമായി ശോഭിപ്പാൻ തക്കവണ്ണം കർത്താവ് ബലപ്പെടുത്തിക്കാട്ടെ കർത്താവേ. ഹല്ലേലൂയ. ആ ബെസ്ലിയന്റെ മേലും ഒഹോലിയാവിന്റെ മേലും പകർന്ന ഞാൻ ആത്മാവിനെ പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവ് നൽകി. കർത്താവെ, ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് പിന്നെയും അവരെ ശക്തീകരിച്ചാട്ടെ കർത്താവേ. കടന്നു വരുവാൻ കഴിയാതിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെ വിതരണത്തിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. വളരെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച പ്രിയപ്പെട്ട ദാസന്മാർക്കായി സ്തോത്രം. കർത്താവിനെ അവരെ ബലപ്പെടുത്തിക്കാട്ടെ കർത്താവേ. അനേക ഇടങ്ങളിൽ യേശുവിനെ വീണ്ടും ഉയർത്തുവാൻ, കർത്താവിലേക്ക് ആനയിക്കുവാൻ പ്രിയപ്പെട്ടവരെ കർത്താവെ ഗാനങ്ങളിലൂടെ സഹായിച്ചാട്ടെ കർത്താവേ. അതുപോലെ കർത്താവേ, ഈ പ്രോഗ്രാമിന്റെ പല ഭാഗങ്ങൾ, പല കാര്യങ്ങൾ ചെയ്ത് ഇത്രത്തോളം വിജയകരമാക്കി തീർത്തതായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഫോട്ടോ, അതുപോലെ വീഡിയോ ഒക്കെ എടുത്തതായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. അതുപോലെ കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം, ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്ത കർത്താവേ. സിയോൻ ഫുൾ ഗോസ്പൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പിന്നെ കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. പിന്നെ കർത്താവേ, വിദ്യാർത്ഥികളെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മേൽക്കുമേൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എത്രത്തോളം കർത്താവ് ഭംഗിയാക്കി നിർത്തതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ തൽക്കാലം പിരിയുന്ന കർത്താവേ, പിരിയാത്ത കർത്താവ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങളുടെ മടക്കയാത്രയിലെല്ലാം തിരുസാന്നിധ്യം ഉണ്ടായിരിക്കണോ പ്രാർത്ഥിക്കുന്നു. പുനതിനു വേണ്ടി മഹത്വം എടുത്താട്ടെ. പ്രാർത്ഥന സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ എല്ലാ കാര്യങ്ങളും യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവ് പ്രാർത്ഥന ഇട്ടിരിക്കാൻ വീണ്ടും സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഈ ബൈബിളിനോടും നിന്റെ ദാസന്മാരോടും ഇന്ന് വന്നേക്കും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് പോൽക്കാലം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ.